നമസ്കാരം. ഞാൻ ഇന്നലെ നാഷണൽ ഹൈവേയുടെ തട്ടിപ്പ്, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു തട്ടിപ്പ് വീഡിയോ ചെയ്തിരുന്നു. അത് അത്യാവശ്യം ആൾക്കാർ കണ്ടു. പക്ഷെ ചിലരെങ്കിലും വീഡിയോ ചെയ്ത് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അതിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് എന്ന മട്ടിൽ ചില മെസ്സേജുകൾ, പ്രൈവറ്റ് മെസ്സേജുകളാണ് വരികയുണ്ടായി. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണം എന്ന് തോന്നിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ നാഷണൽ ഹൈവേ പണിയുന്നതും അതിൽ ടോൾ ഏർപ്പെടുത്തുന്ന നരേന്ദ്രമോദി സർക്കാരല്ല, അതിനു മുമ്പുള്ള സർക്കാരുകളും ഈ രീതിയിൽ പണിതിട്ടുണ്ട്, ടോളുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ പരിധിയിൽ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ടല്ല. ഒരു സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാതെ ജനങ്ങളുടെ സമ്പത്ത് ജനങ്ങളിലേക്ക് തന്നെ സ്വരുക്കൂട്ടിക്കൊണ്ട് അവർക്ക് അതുകൊണ്ട് ജീവിക്കാനും, ഇനി അഥവാ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്വരുക്കൂട്ടി കച്ചവടം ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുന്നവർ അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്ന് എടുത്തു കൊടുത്ത് മറ്റേ വിഭാഗത്തെ കൈപിടിച്ച് കയറ്റി അവരെയും കൂടി ഒരു സമതുലിത അവസ്ഥയിൽ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട ഒരു ഭരണ സംവിധാനമാണ് സർക്കാർ എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗം കൊള്ളക്കാരല്ല, കൊള്ളക്കാരുടെ സങ്കേതമല്ല സർക്കാർ. ഇപ്പോഴത്തെ നാഷണൽ ഹൈവേന്റെ നിയമങ്ങളാണ് പറയുന്നത്, പണി മാത്രമല്ല, ഈ നിയമങ്ങൾ പോലും ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്ന് ആ നിയമത്തെ കുറിച്ചാണ് പറയുന്നത്, അതും കൂടെ നമ്മളൊന്ന് പറയണമല്ലോ. നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നമുക്ക് സഞ്ചരിക്കാൻ, നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ അതിന്റെ നിയമത്തെക്കുറിച്ച് പറയാം. നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഏതാണ് ശരി എന്നുള്ളത്. ഇത് പൊട്ടന്മാരൊന്നുമല്ലല്ലോ നിങ്ങൾ, എന്റെ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും. നിങ്ങൾക്കും അത് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഹൈവേ അതോറിറ്റിക്ക് ഒരു വിവരാവകാശം കൊടുത്താലോ നിങ്ങൾക്കും കിട്ടും. അതുകൊണ്ട് ആ വിവരങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് സർക്കാർ, ഏത് സർക്കാരായാലും നമ്മളെ നശിപ്പിക്കുന്നത്, നമ്മുടെ പണം കൊള്ളയടിക്കുന്നത് എന്ന്. ഇന്ന് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ ആയതുകൊണ്ട് മറ്റേത് സർക്കാർ ആരൊക്കെ എങ്ങനെയൊക്കെ ചെയ്തു വെച്ചാലും ഇവർ തിരുത്തേണ്ട ആൾക്കാരാണ്, അവരും തിരുത്തുന്നില്ല, അവരും ആ കൊള്ള തുടരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അത് പറയണ്ടേ. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതുവരെ ധരിച്ചു വെച്ചിരിക്കുന്നതെല്ലാം തെറ്റാണ് എന്നാണ്. നമ്മൾ കരുതുന്നത് ഒരു റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് പൈസ എടുത്തിട്ട് ഏതെങ്കിലും ഒരു കമ്പനി റോഡ് ഉണ്ടാക്കുന്നു, അവർക്ക് അതിന്റെ മുതലും പലിശയും ലാഭവും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ടോൾ പിരിവ് നിർത്തണം എന്നാണ്. തെറ്റാണത്. നമ്മുടെ നിലവിലുള്ള നിയമം അങ്ങനെയല്ല. ഒരിക്കൽ റോഡ് പണിത് കഴിഞ്ഞാൽ പിന്നെ കാലാകാലം, അനിശ്ചിതകാലം എത്ര കാലം പിരിക്കണമെന്ന ടോൾ കമ്പനിക്ക് അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് തീരുമാനിക്കാം. അത്രയും കാലം അങ്ങ് പിരിച്ചുകൊണ്ടിരിക്കാം. ഉദാഹരണത്തിന് ഒരു 100 കോടി രൂപയ്ക്ക് ഒരു റോഡ് പണിഞ്ഞു, ചെറിയ റോഡ് ഒരു 100 കോടി രൂപയ്ക്ക് പണിഞ്ഞു, അല്ലെങ്കിൽ ഒരു വലിയൊരു പാലം പണിഞ്ഞെന്ന് കൂട്ട്, ഒരു 1000 കോടി പിരിച്ചെടുത്താലും വീണ്ടും ജനങ്ങളെ ഇങ്ങനെ പിഴിഞ്ഞ് കൊള്ളയടിക്കാൻ ഇന്ന് നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേ സർക്കാരൊക്കെ തന്നെയാണല്ലോ ഉണ്ടാക്കി വെച്ചേക്കണം, അല്ലേ? മുതലും പലിശയും ലാഭവും എല്ലാം കിട്ടിക്കഴിഞ്ഞ്, കൊള്ള ലാഭവും കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടെങ്കിലും നിർത്തണമെന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് പാലക്കര ടോൾ പ്ലാസയിൽ ടോൾ നിർത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കോടതി പോയിട്ട് എന്താ ജനം തോക്കുന്നേ? നിയമം ഉണ്ടാക്കി വെച്ചേക്കുന്നത് അനിശ്ചിതകാലമായി പിരിക്കാം, അവർക്ക് തോന്നുന്ന പോലെ പിരിക്കാം, അല്ലാതെ നമ്മൾ കരുതുന്നത് പോലെ ആവശ്യം കഴിഞ്ഞാൽ അല്ലെങ്കിൽ പണം പിരിച്ചു കഴിഞ്ഞാൽ നിർത്തണമെന്നല്ല. നിലവിലെ നിയമം അതല്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയപാത ഫീസ് റൂൾസ് 2008 അത് പ്രകാരം ചെലവ് തിരിച്ചു പിടിച്ചാലും ടോൾ തുടരും എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് ഇപ്പോ ഒരു 1000 കോടി രൂപ അല്ലെങ്കിൽ 2000 കോടി രൂപയുടെ റോഡ് പണിതു, 2000 കോടിയുടെ റോഡ് പണിത് കഴിഞ്ഞാൽ ഒരു 2000 കോടി രൂപ ലാഭം ഉണ്ടെന്ന് കൂട്ടിക്കോ. ഒരു 4000 കോടി പിരിച്ചു കഴിഞ്ഞാൽ ആ കമ്പനി എന്ത് വേണം? ഞാനൊരു ഏകദേശ കണക്ക് പറയുന്നത്, അത്രയും പിരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഇത്രയും പിരിച്ചു, അതാണ് അവരുടെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ അത്രയും പിരിച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നു? ആ ടോളിൽ നിന്ന് ഒഴിവായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഈ റോഡ് ഏറ്റെടുത്തുകൊണ്ട് ബാക്കി പിന്നെ അവർ പിരിക്കുന്നു. ഇവിടെ പറയുന്നത് നിലവിൽ എത്രയാണോ പിരിച്ചുകൊണ്ടിരുന്നത് അതിന്റെ 40% ടോൾ നിരക്കിൽ പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയോ അതല്ലെങ്കിൽ ടോൾ പിരിച്ചുകൊണ്ടിരുന്ന കമ്പനിക്കോ ടോൾ പിരിക്കാൻ അവകാശമുണ്ട് എന്നാണ്, അധികാരമുണ്ട് എന്ന്. അതായത് കാലാകാലവും ആ റോഡ് എത്ര കാലം നിലനിൽക്കുന്നോ, ആ റോഡിലൂടെ എത്ര കാലം വാഹനം ഓടുന്നുണ്ടോ അത്രയും കാലം ടോൾ പിരിച്ചുകൊണ്ടിരിക്കുമെന്നാണ് അതിനർത്ഥം. നമ്മൾ പാലക്കര ടോൾ പ്ലാസയിൽ പോയി സമരം നടത്തുന്നത് വെറുതാണ്, മനസ്സിലായില്ലേ? അവരുടെ നിർമ്മാണ ചെലവും അതിന്റെ ലാഭവും, ലാഭത്തിന്റെ പുറത്ത് ലാഭവും, അതിനിരട്ടി ലാഭവും കിട്ടിയതിന് ശേഷം എന്തുകൊണ്ട് ടോൾ പിരിച്ചുകൊണ്ട് നിൽക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിയമം. അതായത് ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി എല്ലാ ഭാഗത്തും, എല്ലാ മേഖലയിലും, ഒരു മേഖലയെന്ന് മാത്രമല്ല, ഇത് നാഷണൽ ഹൈവേന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതങ്ങനെയാ, ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാ. ഏതൊരു നിയമം ഉണ്ടാക്കുമ്പോൾ അതിനിപ്പുറത്തെ ലൂപ്പോൾ ഉണ്ടാക്കി വെക്കുന്നു പറയില്ലേ, എന്നതുപോലെയാണ് ഈ കാര്യങ്ങൾ. പല ഹൈവേകളും BOT വ്യവസ്ഥയിലാണ് സ്വകാര്യ കമ്പനികൾ നിർമ്മിക്കുന്നത്. നമുക്കറിയാം ഈ NH66 പല റീച്ചുകളായിട്ടാണ് നിർമ്മിക്കുന്നത്, പല കമ്പനികളാണ് നിർമ്മിക്കുന്നത്. അതായത് റോഡ് ഒന്നാണെന്നുണ്ടെങ്കിലും
പല റോഡായിട്ടാണ് അത് കണക്ക് വരുന്നത്. ഒരു നിശ്ചിത കാലാവധിക്ക് അല്ലെങ്കിൽ ഒരു 15 മുതൽ 30 വർഷം വരെ ടോൾ പിരിക്കാൻ ഇവർക്ക് അനുമതിയുണ്ട്. സ്വകാര്യ കമ്പനിയുടെ ഈ കരാർ കാലാവധി കഴിഞ്ഞാൽ ടോൾ പ്ലാസ അടച്ചു പൂട്ടുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അല്ല. അതായത് പാലിക്കൽ ടോൾ പ്ലാസ തുറന്നു നിൽക്കുന്നത് പോലെ തന്നെ റോഡ് പണിതാലും റോഡിലെ മുഴുവൻ പണികൾ തീർത്താലും ഇല്ലെങ്കിലും ടോൾ പിരിച്ചുകൊണ്ടിരിക്കും. സർവീസ് റോഡ് അടക്കമുള്ള മുഴുവൻ റോഡുകളിലും വെളിച്ചം വേണമെന്നാണ് പറയുന്നത്. എന്നാൽ നിലവിൽ നമ്മൾ ടോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പാലിക്കൽ ടോൾ പ്ലാസ അടക്കമുള്ള റോഡുകൾ, ഹൈവേകൾ എവിടെയെങ്കിലും തെരുവുകളൊക്കെ വേണ്ടത്ര ഉണ്ടോ? പിന്നെ കേരളത്തിൽ ഇത്രയെങ്കിലും ഉണ്ട് നമുക്ക് പറയാം. നമ്മൾ കർണാടകയിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ, ഗോവയിലേക്ക് പോയി നോക്കിയാൽ നമുക്കറിയാം ടോൾ ഗേറ്റിന്റെ 1 കിലോമീറ്റർ അപ്പുറത്തും 1 കിലോമീറ്റർ ഇപ്പുറത്തും മാത്രം വെളിച്ചം വരും. അങ്ങനെ വെളിച്ചം വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇതിനിടയിൽ ഒരു ടോൾ ബൂത്ത് ഉണ്ട് എന്ന്. അല്ലാതെ അത് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റോ കാര്യം കൊണ്ട് വെട്ട വെളിച്ചം ഒന്നും ഉണ്ടാവില്ല. ഈ ടോൾ പ്ലാസയിലുള്ള അനിയന്ത്രിതമായ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ മറ്റ് ഒരു ഉദ്ദേശമുണ്ട്. അതായത് ഫാസ്ടാഗുകൾക്ക് പകരമായിട്ട് GPS അധിഷ്ഠിതമായിട്ട് കിലോമീറ്റർ കണക്കാക്കിയിട്ട് ടോൾ ഈടാക്കുന്ന പുതിയൊരു സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ ഹൈവേയിലൂടെ കയറി ഓടിക്കഴിഞ്ഞാൽ ആ ഓടുന്നതിന് മാത്രം കൊടുത്താൽ മതി. ഫാസ്ടാഗ് അതിന് പൈസ എടുത്ത് പൊയ്ക്കോളും. അല്ലാതെ ഈ എന്താ പറയുക 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ ഒരു ടോൾ ബൂത്ത് ഉണ്ടാവും, അതിന് കൊടുക്കണം. ഇപ്പോ ഇന്ന് വെട്ടിച്ചിറയിൽ നടന്ന സംഭവം, ഇപ്പോൾ 2-3 ദിവസമായിട്ട് വെട്ടിച്ചിറ, നമ്മുടെ മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ സ്കൂൾ ബസ്സുകൾക്ക് ടോള്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്കൂൾ ബസ്സുകൾ ഹൈവേയിൽ ഓടുന്നില്ല, ഹൈവേയിൽ അവർ കയറില്ല, അതിന്റെ ആവശ്യമില്ല. സർവീസ് റോഡുകളിലൂടെ, ആ പ്രാദേശിക റോഡുകളിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പുറം ഇപ്പുറം പോകണമെന്നുണ്ടെങ്കിൽ ടോൾ ബൂത്തുകൾ അല്ലാതെ മാർഗ്ഗമില്ല. ആ ബസ്സുകൾക്ക് ടോൾ ഇല്ലാതെ കടന്നു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ നാട്ടുകാരെല്ലാവരും കൂടി വലിയ ഒച്ചമ്പിളി ഉണ്ടാക്കി അവിടെ സംഘടിച്ച് പോലീസ് വന്നു, പോലീസിനോട് പോയി പണിയോക്കാൻ പറഞ്ഞു. അവസാനം സ്കൂൾ ബസ്സുകൾക്ക് അവർ ടോള് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂൾ ബസ്സുകൾ ടോളില്ലാതെ തന്നെ കടന്നു പോകാം. ആ പ്രാദേശികമായിട്ടല്ലേ, ഹൈവേ ഉപയോഗിക്കാത്തവർക്ക് പോലും ടോള്. അതാണ് ഞാൻ പറഞ്ഞത്, പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം. അല്ലെങ്കിൽ പ്രാദേശികമായിട്ടെങ്കിലും ആൾക്കാരെ ഒന്ന് പരിഗണിക്കില്ലേ? അപ്പൊ ചോദിക്കും, നിലവിലുള്ള റോഡ് അത് പുതുക്കി പണിഞ്ഞു കഴിഞ്ഞാൽ ടോൾ പിരിക്കാമോ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ NH 66 ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന 6 വരി ഉണ്ടല്ലോ, പുതുക്കി പണിതിട്ടാണ് ഇപ്പോഴത്തെ 6 വരി ഹൈവേ ആയി വന്നിട്ടുള്ളത്. സത്യത്തിൽ നീതി എന്ന് പറഞ്ഞാൽ, സത്യസന്ധമായി പറഞ്ഞാൽ നീതി ധർമ്മം എന്നൊന്നുണ്ടെങ്കിൽ അത് സർക്കാരോ കമ്പനിയോ ആരെങ്കിലും ചെയ്യേണ്ടത് നിലവിലെ റോഡ് അറ്റകുറ്റ പണി ചെയ്തിട്ട് അത് സാധാരണ ജനങ്ങൾക്ക് ഓടാൻ വേണ്ടി വിട്ടുകൊടുക്കുക. ആ പണി നിലവിൽ അതുപോലെ തന്നെ ചെയ്യുക. പുതിയൊരു റോഡ് ഉണ്ടാക്കിയിട്ട്, അതിൽ സർവീസ് റോഡുകൾ വേണമെന്നില്ല, പുതിയൊരു റോഡ് ഉണ്ടാക്കിയിട്ട് ആ റോഡിലൂടെ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോൾ കൊടുക്കണം എന്നൊരു സിസ്റ്റമാണ് സത്യത്തിൽ വേണ്ടത്. അത് നിലവിലുള്ള റോഡിന്റെ മുകളിലൂടെ പാലങ്ങളിലൂടെ വേണമെങ്കിൽ ചെയ്യാം. ചില സ്ഥലങ്ങൾ എത്തുമ്പോൾ ഈ റോഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ സ്ഥലം വിലയ്ക്ക് വാങ്ങിയെടുത്തിട്ടോ അല്ലെങ്കിൽ ലീസിനെടുത്തിട്ടോ അതല്ലെങ്കിൽ പാലം പണിതിട്ടോ ഒക്കെ അതുവഴിയൊക്കെ അവർക്ക് റോഡ് കൊണ്ടുപോകാം. അതായത് പുതിയ റോഡിൽ പുതിയ 6 വരിയോ 8 വരിയോ 10 വരിയോ കൊണ്ടുവന്നാൽ അതിലൂടെ പോകുന്നതിന്, എക്സ്പ്രസ് വേയിലൂടെ പോകുന്നതിന് നിങ്ങൾ കാശ് ഈടാക്കിക്കോ. അതാണ് വേണ്ടത്. നിലവിലുള്ള ഒരു റോഡ് 2 വരിയിൽ നിന്ന് 4 വരിയായോ 4 വരിയിൽ നിന്ന് 6 വരിയായോ വികസിപ്പിക്കുകയോ വലിയ രീതിയിൽ പുതുക്കി പണിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ടോൾ ഏർപ്പെടുത്താൻ സർക്കാരിന് പൂർണ്ണമായും നിയമപരമായ അധികാരമുണ്ട് എന്നാണ്. പഴയ റോഡ് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചതാണെങ്കിൽ പോലും, പഴയ റോഡ് നമ്മുടെയൊക്കെ കയ്യിൽ നിന്നുള്ള കാശെടുത്ത് നികുതി പണം കൊണ്ട് ഉണ്ടാക്കിയ റോഡാണെങ്കിൽ പോലും പുതിയ വികസനത്തിന് വലിയ തുക ചെലവാകുന്നത് കൊണ്ട് അത് പൊതുപണമായാലും സ്വകാര്യ പങ്കാളിത്തമായാലും നിയമം കൊണ്ട് ടോൾ അനുവദിക്കുന്നുണ്ട്. ടോൾ പിരിക്കാൻ സർക്കാരിനോ അല്ലെങ്കിൽ കമ്പനിക്കോ അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. ഈ ടോൾ ബൂത്തിന്റെ പരിസര പ്രദേശങ്ങളായിട്ട് ഒരു 1, 2, 3, 4, 5 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് ആൾക്കാർ താമസിക്കുന്നുണ്ടാവൂലേ? അപ്പുറം ഇപ്പുറം കടന്നു പോകണം, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ടോൾ ബൂത്തിന്റെ അപ്പുറത്തൊരു ലോകം ഇപ്പുറത്തൊരു ലോകമൊന്നും അല്ലല്ലോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ നിർബന്ധമായിട്ടും ഇവർക്ക് നിലവിലുണ്ടായിരുന്ന പോലെ സർവീസ് റോഡുകളോ ഹൈവേയുമായിട്ട് ബന്ധപ്പെടാത്ത രീതിയിലുള്ള, അവർക്ക് ഹൈവേ കയറണം നിർബന്ധമൊന്നുമില്ല. അതിനടിയിൽ കൂടെ മേളിൽ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള എല്ലാ ഒരു റോഡ് വേണം, അത് നിർബന്ധമാണ്. പക്ഷെ ഇവിടെ രസം എന്താണെന്നറിയോ? പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ ടോൾ ഇല്ലാത്ത മറ്റു ബദൽ റോഡുകൾ നിർബന്ധമായി ഉണ്ടായിരിക്കണം എന്ന് യാതൊരുവിധ നിയമവും, എന്നൊരു മൗലിക നിയമം ഹൈവേ ആക്ടിൽ എവിടെയും എടുത്തു പറയുന്നില്ല എന്നാണ്. എവിടെയും അങ്ങനെ ഒരു നിയമം പറയുന്നില്ല. അങ്ങനെ ഒരു റോഡ് പണിയണമെന്നൊരു നിർബന്ധമല്ല. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്ത് പോയാൽ മതി, നിങ്ങൾ പോണ്ടിടേ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് എവിടെയാണ് ഈ പൗരസ്വാതന്ത്ര്യം കിടക്കുന്നത്, എവിടെയാണ് ഈ സഞ്ചാര സ്വാതന്ത്ര്യം കിടക്കുന്നത്? ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലാതെ. പച്ചയ്ക്ക് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായിട്ട് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ടോൾ റോഡ് മാറ്റാൻ പാടില്ല എന്ന് നിയമം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ വെട്ടിച്ചിറ പോയി നോക്ക്, നിങ്ങൾ പന്തീരങ്കാവ് പോയി നോക്ക്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു KSRTC ബസ് എന്തുകൊണ്ട് അങ്ങനെ 1 വേ തെറ്റിച്ച് തിരിച്ചു പോകേണ്ടി വന്നത്? വേറെ വഴിയില്ലെന്നേ. ഇപ്പൊ ഒരാളുടെ കയ്യിൽ പൈസ ഇല്ല, അവന്റെ അല്ലെങ്കിൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല, അവന്റെ ഫാസ്ടാഗിലും പൈസ ഇല്ല, ഇവൻ കാലാകാലം ആ ടോൾ പ്ലാസന്റെ ഇപ്പുറത്ത് അവിടെ പാർക്ക് ചെയ്ത് അവിടെ കിടക്കണമെന്നാണ് പറയുന്നത്. അയാൾക്ക് പുറത്തിറങ്ങി പോകണ്ടേ? അയാൾ ടോൾ കയറുന്നില്ല, അയാൾക്ക് തിരിച്ചു പോകാനോ മറ്റെന്തെങ്കിലും ഒരു സംവിധാനം വേണ്ടേ?
ആ സംവിധാനം ഇതിനകത്ത് ഇല്ല. എന്ത് ചെയ്യണമെന്ന് പറയുന്നില്ല. അവിടെ വൺ വേ തെറ്റിക്കുകയല്ലാതെ വേറൊരു മാർഗമില്ല. സമാന്തരമായിട്ട് സർവീസ് റോഡ് വേണമെന്ന് നിർബന്ധമില്ല. അതാണ് നിയമത്തിലുള്ളത്. സമാന്തരമായിട്ട് ഹൈവേക്ക് സമാന്തരമായി ടോൾ പ്ലാസന്റെ ആ ഭാഗത്ത് സർവീസ് റോഡ് വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ആ പ്രദേശവാസികളുടെ സഞ്ചാരം തടസ്സപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇതുവഴി നിങ്ങൾ ടോളിൽ കൂടെ മാത്രം പോയാൽ മതി എന്ന് പറയാൻ നിയമമില്ല. അത് ഞാനിപ്പോ എന്റെ വീടിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്കൂൾ ബസ് അതുവഴി കടന്നു പോകാൻ ഇപ്പോൾ സ്കൂൾ ബസ്സിന് ടോൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞു തന്നാ. ഈ വെട്ടിച്ചിറ പോലെയുള്ള എല്ലാ ടോൾ ബൂത്തുകളിലും പ്രാദേശികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ ഒരു മാർഗമില്ല. ടോളിൽ കൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ. പക്ഷെ അതല്ല, അവർക്ക് പ്രാദേശികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഹൈവേ അതോറിറ്റി ചെയ്യണം. പക്ഷെ അത് കേരളത്തിൽ എവിടെയും ചെയ്തിട്ടില്ല. മുഹമ്മദ് റിയാസ് ആയിക്കോട്ടെ, അത് ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആയിക്കോട്ടെ, ആരായാലും ഇവരാരും തന്നെ അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും ഹൈവേന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നിയമങ്ങളൊക്കെ ഒന്ന് നടപ്പിലാക്കണം. മറ്റ് ബദൽ റോഡുകൾ ഒന്നും ഇല്ലെങ്കിൽ പോലും അതാണ് നിയമം. അതായത് ജനങ്ങളെ ജീവിതമൊക്കെ അവിടെ കിടക്കട്ടെ. ഒരു റോഡില്ലെങ്കിലും, ചുറ്റും ഒരു റോഡില്ല എന്നുണ്ടെങ്കിലും, വേറൊരു വഴിയില്ല എന്നുണ്ടെങ്കിലും നിലവിലുള്ള റോഡ് പുതുക്കി പണിത് കഴിഞ്ഞാൽ ടോൾ ഏർപ്പെടുത്താൻ സർക്കാരിന് നിയമപരമായിട്ട് ഒരു തടസ്സമില്ല. നിങ്ങൾ നേരത്തെ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നിങ്ങൾ മുളകും ചമ്മന്തിയും കൂട്ടി നിന്നെ കഞ്ഞി കുടിക്കണ്ട, നിങ്ങൾ ഇനി മന്തി തിന്നാ മതി, 200 രൂപ വരുമാനമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊന്നും സർക്കാരിന് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡെയിലി 3 നേരം മന്തി തിന്നാ മതി എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യും? ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ വളരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾ നികുതി അടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കാറ് വാങ്ങുന്നവൻ റോഡ് ടാക്സ് കൊടുക്കുന്നുണ്ട്, അല്ലാതെ നികുതി കൊടുക്കുന്നുണ്ട്, GST കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പെട്രോളായിട്ടും പാർട്സ് ആയിട്ടും വാങ്ങുന്നതിന് വേറെ നികുതി കൊടുക്കുന്നുണ്ട്. പിന്നെ അവന്റെ വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള ഇൻകം ടാക്സ് വേറെ കൊടുക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അവന്റെ വരുമാനത്തിന്റെ അല്ലെങ്കിൽ അവന്റെ നിലവിലുള്ള സ്ഥാപക ജംഗമ വസ്തുക്കളുടെ മുഴുവനും മാസാമാസം അല്ലെങ്കിൽ വർഷാവർഷം ആവശ്യമായ രീതിയിൽ നികുതി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ഈ കൊള്ളയെന്നും കൂടി ആലോചിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥ? ഈ രാജ്യത്തെ ജനങ്ങളെ എന്തിനു വേണ്ടിയിട്ടാണ് ഭരണകൂടം ഉപയോഗിക്കുന്നത് എന്ന്. Different angles. Don't forget to subscribe and support this channel.